ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാമത് ഞാൻ ആ യെല്ലോ ഒന്നുകൂടി കൊടുക്കുകയാണ്. യെല്ലോ ഓക്കർ, അതായത് ആഭരണങ്ങൾക്ക്. ഇവിടെ ഇടരേഖയൊക്കെ വരുന്നുണ്ടല്ലോ, അതായത് ഈ ചെറിയ ചെറിയ ലൈൻസ്, അതെല്ലാം അടക്കം ഞാൻ ആ കളറിങ് കൊടുക്കാൻ പോകണം. കാരണം വെച്ചാൽ ഇത് വളരെ ചെറിയൊരു ഏരിയ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഫുള്ളായിട്ട് ഇതെല്ലാം യെല്ലോ കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ഇടയ്ക്ക് ആ ലൈൻസ് വരുന്ന ഭാഗത്ത് മാത്രം ഒരു വൈറ്റ് കൊടുക്കാം. സാധാരണ മ്യൂറലിൽ വൈറ്റ് അങ്ങനെ എടുത്ത് കൊടുക്കാറില്ല, പക്ഷേ ഇവിടെ നമുക്ക് ആ രീതിയിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ യെല്ലോ ഓക്കർ കൊടുക്കണം. ആ കിരീടത്തിൻ്റേത്, അതേപോലെ ഈ കിരീടത്തിൻ്റെ മുകളിൽ വരുന്ന ഈ കർണപുഷ്പം എന്ന് പറഞ്ഞ ഡിസൈൻ, ഈ ചെവിയുടെ ബാക്കിലുള്ള ഈ കർണപുഷ്പം, ഇവിടെയൊക്കെ ഒരു കോട്ട് കൂടി യെല്ലോ ഓക്കർ കൊടുത്തു. കാര്യം അതിൻ്റെ അകത്ത് വൈറ്റ് പാച്ചസ് കാണുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലെയർ കൂടി യെല്ലോ ഓക്കർ കൊടുക്കുന്നത്. അതുപോലെ ഇത് മുടിയാണ്. മുടിയും നമുക്ക് ആദ്യം ഒരു യെല്ലോ കൊടുക്കുക, അതിന് ശേഷം അതിൻ്റെ അകത്ത് റെഡ് ഷെയ്ഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കിരീടത്തിനുള്ള ഫുൾ പാർട്ടിൽ ഞാൻ ഫുള്ളായിട്ട് യെല്ലോ ഓക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാച്ചസ് ഏകദേശം നമുക്ക് പോയി കിട്ടും. പിന്നെ ഈ പീലിയിൽ കൊടുക്കണ്ട. കാര്യം പീലിയിൽ ഇനി പച്ചയാണ് വരിക. അപ്പോൾ പച്ച വരും, നീലയൊക്കെ വരും. അത് ആ സമയത്ത് അതിൻ്റെ മുകളിൽ വരുന്നതുകൊണ്ട് പച്ച കുറച്ചുകൂടി ഡീപ്പ് കളറായതുകൊണ്ട് അറിയില്ല, നമുക്ക് വൈറ്റ് പാച്ചസ് ഒന്നും വരില്ല. ഓക്കെ, ഇവിടെ നടുക്കുള്ള ഈ ഭാഗത്ത് ഒഴിച്ചിട്ടുണ്ട്, അവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഇടരേഖ എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് വരുന്നുണ്ടല്ലോ, അത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ യെല്ലോ പോർഷൻ ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് ഇന്ത്യൻ യെല്ലോ ഒരു ലെയർ കൂടി അടിക്കാണ്ട്, അത് ഞാൻ ഒന്നുകൂടി അടിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പാച്ചസ് ഒഴിവായിട്ടുണ്ടെങ്കിൽ ഒരു ലെയർ കൂടി അടിക്കേണ്ട ആവശ്യമില്ല. അതായത് ചേച്ചി അവിടെ നന്നായിട്ട് യെല്ലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അഥവാ വൈറ്റ് പാച്ചസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത്, ഈ ആഭരണങ്ങളുടെ ഒക്കെ പുറത്ത് ഒരു ലെയർ കൂടി യെല്ലോ ഓക്കർ കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ റെഡ് ഷെയ്ഡിങ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡ് ഷെയ്ഡിങ്, അതിന് വേണ്ടിയിട്ട് യെല്ലോ ഓക്കർ, സ്കാർലറ്റ് ലൈക്ക് റെഡ്, പിന്നെ ഒരല്പം സാബ് ഗ്രീൻ. അതിങ്ങനെ എടുക്കുക. എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ, സ്കാർലറ്റ് ലൈക്ക് റെഡാണ് ഒരു 4 പോർഷൻ എടുക്കുക, യെല്ലോ ഓക്കർ ഒരു പോർഷൻ എടുക്കുക, സാബ് ഗ്രീന് അര പോർഷൻ മതി. ആ രീതിയിലൊരു ചെങ്കല്ല്, ഇഷ്ടിക ചുവപ്പ്, അതാണ് അതിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോമ്പിനേഷൻ. അപ്പോൾ 4:1:1 4 സ്കാർലറ്റ് റെഡ്, 1 യെല്ലോ ഓക്കർ, പിന്നെ സാബ് ഗ്രീൻ, അത് ഹാഫ് പോർഷൻ. ആ രീതിയിലെടുത്തിട്ട് ഇതിൻ്റെ ഔട്ട്ലൈനാണ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം.